ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ച ഒരു കമ്പ്യൂട്ടർ എംബ്രോയിഡറി മെഷീനാണ്. അപ്പോൾ അതിൻ്റെ വർക്കിങ്ങും അതിൽ ഞാൻ ചെയ്ത ഒരു വർക്കും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ ഇത് ഉഷ ജെനോമിൻ്റെ ആണ്, കമ്പ്യൂട്ടറൈസ്ഡ് മെഷീനാണ്. 550E എന്നാണ് കേട്ടോ ഇതിൻ്റെ നമ്പർ, ഇതിൻ്റെ ആ ഒരു മോഡൽ നെയിം. അപ്പൊ ഇതിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ നൂലൊന്ന് ത്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മെഷീൻ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഡിസൈൻസ് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഈ ഒരു ഇത് കണ്ടോ, ആ ഒരു ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്ത് അലൈൻമെന്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസൈൻ ചെയ്ത് വന്ന ആ ഒരു ഇതാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ മെഷീൻ ഓരോ കളേഴ്സാണ് എടുക്കുന്നത്. ഒരു കളർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോപ്പ് ആവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അടുത്ത ത്രെഡ് കോർത്ത് കൊടുക്കണം. അപ്പോഴായിരിക്കും സെക്കൻഡ് കളറ് എവിടെയൊക്കെയാണോ സെക്കൻഡ് കളർ ആവശ്യമുള്ളത് അവിടെയൊക്കെ ആ മെഷീൻ അത് തന്നെ പോയിട്ട് തന്നെ ചെയ്തോളും കേട്ടോ. അപ്പോൾ ഇതാണ് ഈ മെഷീൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. നമുക്ക് മാനുവലി ഒന്നും ഇതിൽ ചെയ്യാനില്ല. പിന്നെ ഈ ത്രെഡ് ബ്രേക്ക് ഒക്കെ വരുമ്പോഴത്തേലും ഒന്ന് ത്രെഡൊക്കെ നമ്മൾ വീണ്ടും ത്രെഡ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ ഉള്ളതല്ലാതെ ഇതിൽ വേറെ പ്രത്യേകിച്ചിട്ട് ഒരു ഇതുമില്ല. നമുക്ക് എന്താ പറയുന്നത്, ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് എവിടെയെങ്കിലും പോയി ഇരുന്നാൽ മതി, അല്ലെങ്കിൽ കിടന്ന് ഇതാക്കുക, എന്ത് വേണേലും ചെയ്യാം. ഇതിൻ്റെ കൂടെ ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പം അത് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ച് കണ്ടോ. ഇതാണ് ഞാനിത് സ്ലീവ്സിന് വേണ്ടി, ഇത് എൻ്റെ മമ്മിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇത് സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് സ്ലീവ്സ് ഞാൻ ചെയ്ത് കഴിഞ്ഞു. 2 സ്ലീവ്സും ഇങ്ങനെ തന്നെ ചെയ്തെടുത്തു കേട്ടോ. ഇത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി ഇതിൽ പിന്നെ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബോഡി ഫുള്ള് ഞാൻ വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് ബോഡിയിൽ ഞാൻ കൊടുത്ത വർക്ക്. ഇത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് അതുപോലെ തന്നെ ബോഡിയിൽ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ചുരിദാർ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് വർക്ക്സൊക്കെ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് എന്നിട്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വിചാരിച്ചു ജസ്റ്റ് ഒരു ട്രയൽ എന്ന് പറഞ്ഞാൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല ഭംഗിയായിട്ട് വന്ന കേട്ടോ. അപ്പം ഞാൻ മമ്മിക്ക്, കാരണം മമ്മി ഡെയിലി പള്ളി പോകുന്നതാണ്, അപ്പം മമ്മിക്ക് വേണ്ടിയിട്ട് ഒന്ന് ചുരിദാറായിട്ട് ടോപ്പായിട്ട് തച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ ഇത് ഇതാ കണ്ടോ, സ്ലീവ്സും ആ ബോഡി പാർട്ടും എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരിതാണ് കേട്ടോ. അപ്പം ഇത് ഭയങ്കര ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വീട്ടിലെ ആവശ്യത്തിനായാലും അല്ലെങ്കിൽ ഇത് ഇൻഡസ്ട്രിയലായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഇൻഡസ്ട്രിയലി ഇങ്ങനെ ഈ മെഷീൻ എംബ്രോയിഡറി ചെയ്ത് കൊടുക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിന് ശേഷം ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചുരിദാർ ടോപ്പ് തച്ചപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസ് ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. ചുരിദാർ തച്ച് കഴിഞ്ഞിട്ട്, അപ്പോൾ ഇത് തച്ച് കഴിഞ്ഞിട്ട് മമ്മിക്ക് ഇട്ട് നോക്കിയപ്പോഴത്തേലും അതെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ പുതിയ എംബ്രോയിഡറി മെഷീനിൽ, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീനിൽ ചെയ്ത ഫസ്റ്റ് വർക്കായിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.